നമുക്ക് നമ്മുടെ കഴുത്ത് കിട്ടും. ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റും ഗ്രൂപ്പുകളിലും ഒക്കെ ആയിട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത്. അപ്പോൾ ഏതൊരു ടൈലറിങ്ങിൻ്റെ അറിയാൻ പറ്റാത്ത ആളുകൾക്കും തുടക്കത്തിൽ തന്നെ ഈ ഒരു കാര്യം അറിഞ്ഞാലാണ് നമ്മൾ എന്തിനും പുറപ്പെടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇന്നലെ കഴുത്തുകളൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ യു കഴുത്താണ് ഞാൻ നിങ്ങൾക്ക് വെട്ടിയിട്ടും അടിച്ചിട്ടും കാണിച്ചു തരുന്നത്. അതായത് ക്യാൻവാസ് ഇല്ലാതെ എങ്ങനെയാണ് നമ്മൾ കഴുത്ത് അടിക്കുക എന്നതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോസിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു തുണിയുടെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിങ്ങനെ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ ഒരു അളവിലാണ് ഞാൻ നിങ്ങൾക്ക് കഴുത്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിൻ്റെ വീതി ഞാൻ എടുത്തിട്ടുള്ളത് 3 ആണ് ഞാൻ വീതി എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ഇറക്കം എടുത്തിട്ടുള്ളത് 5.5 ആണ് ഇറക്കം എടുത്തിട്ടുള്ളത്. അതും നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമുക്ക് മടക്കിയിടുന്ന ഭാഗമാണ് നമ്മളുടെ ഭാഗത്തേക്ക് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് 3ഉം താഴത്തുനിന്ന് ഇങ്ങോട്ട് 5.5 ആണ് നമ്മൾ കഴുത്തിൻ്റെ വിഡ്ത്തും നീളവും എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ആ വരച്ചതിന് കൂടെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് മടക്ക് വശം നമ്മുടെ ഭാഗത്തേക്ക് വേണം, ആ രീതിയിൽ വേണം നമ്മൾ തുണി ഇടാൻ. എന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് വീതി 3ഉം എൻ്റെ ഒരു അളവാണ് ഞാൻ പറയണത്. അതുപോലെ ഇറക്കം 5.5 ഞാൻ എടുത്തിട്ടുള്ളത്. കണ്ട. അപ്പം ഇങ്ങനെയാണ് നമുക്ക് കഴുത്തിൻ്റെ വട്ടം കിട്ടിയിട്ടുള്ളത്. പലർക്കും പല അളവാവും. തടിയുള്ളവരുണ്ടാവും, തടിയില്ലാത്തവരുണ്ടാവും. ഞാൻ എൻ്റെ ഒരു അളവിൽ ഏകദേശം ആളുകളും ഈ ഒരു അളവൊക്കെ വെച്ചിട്ട് തന്നെയാണ് എടുക്കാറ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ചുരിദാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ചുരിദാറിലൊക്കെ അളവ് എടുക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്ത് നോക്കുക. ഈ സെയിം അളവിൽ തന്നെ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അതിൻ്റെ കഴുത്ത്. ഇനി നമ്മൾ അതേ ഇതിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുക. കണ്ട, അതേപോലെ തന്നെ നമ്മൾ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ തന്നെ സെയിം പീസാണ് നമുക്ക് വേണ്ടത്. ഇനി ചിലവർക്ക് 2 മീറ്റർ തുണിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തുണി ബാക്കി കിട്ടാനുള്ള സാധ്യത കുറവാകും, ചിലവർക്ക് ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിൻ്റെ സെയിം തുണി തന്നെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ തുണി എടുത്താലും മതി. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ബാലൻസ് വരുന്നുണ്ട് തുണി. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സെയിം പീസിൽ തന്നെ ഞാനൊരു തുണിയും കൂടെ എടുത്തിട്ടുണ്ട്, ചെറിയൊരു പീസ്. അപ്പം അത് നന്നായി കട്ട് ചെയ്തിട്ട് ഒരു ചെറിയൊരു പീസായിട്ട് നമുക്ക് കിട്ടണം. അപ്പം അതാണ് ഇപ്പോൾ ഞാനിവിടെ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ തന്നെ നമ്മൾ അടിക്കണേൻ്റെ തന്നെ തുണി ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. അതല്ല ഇനി നിങ്ങൾക്ക് ആ ഒരു തുണിയുടെ പീസ് ഇല്ല, വേറെയാണ് കിട്ടണമെന്ന് വെച്ചെങ്കിൽ അതെടുത്താലും മതി. അങ്ങനെ ഒരു തുണി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കഴുത്ത് വെട്ടി വെച്ചിട്ടുള്ള ആ തുണി ഉണ്ടല്ലോ, ഇതുപോലെ നമ്മൾ ആ ഒരു തുണിയുടെ മേലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അത് നമ്മൾ തുണി രണ്ടായിട്ട് മടക്കിയിട്ട് തന്നെയാണ് ആ ഒരു പീസും നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അതിൻ്റെ മേലായിട്ട് നമ്മൾ ഈ ഒരു കഴുത്ത് വെട്ടിയ കഴുത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുവരെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇനി എന്തെങ്കിലും മനസ്സിലാവാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ചോക്ക് വെച്ചിട്ട് നമ്മൾ ആ ഒരു കഴുത്ത് ഇതുപോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് നമുക്കത് വരച്ചിട്ട് തന്നെ വെട്ടാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് നല്ല പ്രാക്ടീസ് ഉള്ളവർക്ക് വരക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ നേരെ അങ്ങോട്ട് കത്രിക കൊണ്ട് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ തുണി അതിൻ്റെ മേലെ വെച്ചിട്ട് വരച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ വേണം നമ്മൾ കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാൻ. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. എല്ലാം മെല്ലെ മെല്ലെ ചെയ്ത് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിലൊക്കെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകും. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് പറയാം, അവിടുന്ന് അങ്ങോട്ട് താഴത്തേക്ക് 2 ഇഞ്ചിൽ അടയാളപ്പെടുത്തുക. ചിലവർക്കൊരു ഊഹം വെച്ചിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തി പോകട്ടെ. അപ്പോൾ ചിലവർ ഇങ്ങനെ ടേപ്പൊക്കെ വെച്ചിട്ട്, അപ്പോൾ നമ്മൾ തുടക്കമായതുകൊണ്ട് ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ 2 ഇഞ്ചിൽ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് പോയാൽ മതി.
നല്ല പ്രാക്ടീസ് ഉള്ളവർ അവരിങ്ങനെ ടാപ്പൊന്നും ഇല്ലാണ്ട് തന്നെ ഒരു ഏകദേശം ഇതിൽ അവരങ്ങനെ വരച്ചിട്ട് പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ടാപ്പ് വെച്ചിട്ട് 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അതിൽ കൂടെ ഇതേപോലെ ചോക്ക് വെച്ചിട്ട് വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അതിൽ കൂടെ വേണം നമ്മൾ ആ ഒരു പീസ് കട്ട് ചെയ്തിട്ട് എടുക്കാൻ. വളരെ സിമ്പിളാണ്. നമുക്ക് തുടക്കത്തിൽ കാണുമ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും എന്താ അത്ര ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ എന്ന്. അപ്പോൾ നമുക്ക് ഫസ്റ്റൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. പിന്നെ നമ്മളിതിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അല്ലാണ്ട് ഒരിക്കൽ കണ്ടിട്ട് ഇതിനെ കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ പഴയ തുണിയിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലാണ് നമുക്ക് ശരിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പീസ് കഴുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ സാധാ കഴുത്താണ് മറ്റതും, ഇത് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാനുള്ളതാണ് ഇത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, വെച്ച് കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ വക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കാണ്ട്, അതായത് ചീത്ത വശത്ത് അത് ഒരൊറ്റ മടക്ക് മതിട്ടാ, അതിങ്ങനെ അടിച്ചു കൊടുക്കാണ്ട്. കണ്ട, നമ്മൾ 2 മടക്കൊന്നും അവിടെ മടക്കേണ്ട ആവശ്യം വരുന്നില്ല. ആകെ ഒരൊറ്റ മടക്ക് മടക്കിയിട്ട് അതിൻ്റെ ചുറ്റും ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കത് അടിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിന് തന്നെ നമ്മൾ കെട്ടിട്ട് കൊടുക്കുക. കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മളതിങ്ങനെ ഓരോ മടക്ക് ഇങ്ങനെ മടക്കിയിട്ട് അതിൻ്റെ അറ്റം വരെ മടക്കി കൊടുക്കുക. അതിലിടക്ക് സ്റ്റിച്ചിങ് എന്തോ ഒരു ഇത് വന്നപ്പോൾ അപ്പോൾ അതൊക്കെ മാറ്റിയിടാൻ വേണ്ടി നിന്ന് അത് മുഴുവനായി നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. അതായത് കഴുത്തിന് ചുറ്റും ഓരോ മടക്ക് വെച്ചിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. കണ്ട, ഇതുപോലെ മടക്കി അടിച്ച് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മൾ മടക്കി അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ എന്ത് വേണമെന്നറിയാം, നമ്മുടെ കഴുത്ത് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ ഫിനിഷിംഗ് ആയിട്ടാണ് നമ്മൾ തുമ്പ്, അതായത് അതിൻ്റെ സൈഡ് ഇങ്ങനെ ഒരു മടക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇനി നമ്മളെന്ത് ചെയ്യുക, നമ്മുടെ കഴുത്ത് ഓൾറെഡി നമ്മളവിടെ വെട്ടി വെച്ചിട്ടുണ്ട്, അതിൻ്റെ ആ ഒരു പീസ് നമ്മൾ എടുക്കുക. അതാ കഴുത്ത് വെട്ടി, അതിൻ്റെ നല്ല വശമാണ് നമ്മൾ, നല്ല വശം പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മേലെ, ഈ കഴുത്തിൻ്റെ മേലെ വേണം നമ്മൾ ആ ഒരു പീസ് മടക്കി അടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കുക. അതായത് എന്താണ്, നമ്മളുടെ കഴുത്തിൻ്റെയും നല്ല വശം, ആ പീസ് അടിച്ച് വെച്ചതിൻ്റെയും നല്ല വശമാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ നമ്മൾ തയ്ച്ചു കൊടുക്കുക. ഇനി നമ്മളെന്ത് ചെയ്യാമെന്നറിയാം, ഇവിടുന്ന് അങ്ങോട്ട് അതേപോലെ നമ്മൾ തയ്ച്ചു കൊടുക്കുക. അതായത് ഒരു സ്വല്പം വിട്ടിട്ട്, ഒരു 1/2 ഇഞ്ചൊക്കെ വിട്ടിട്ട് അവിടുന്ന് അങ്ങോട്ട് നമ്മൾ തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം ഇവിടുന്ന് കണ്ട് കുറച്ച് കൂടുതലുണ്ടായിക്കോട്ടെ, ലാസ്റ്റ് നമുക്ക് ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് കുറച്ച് കൂടുതലുണ്ടല്ലോ, അതെന്താ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പേടിക്കണ്ട, നമുക്ക് ലാസ്റ്റ് വരുമ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ നമ്മളൊരു 1/2 ഇഞ്ച് വിട്ടിട്ട് അവിടുന്ന് കണ്ട് ഇട്ടിട്ട് നമ്മളിങ്ങനെ തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ചിലവർക്ക് എന്താണ്, ഇങ്ങനെ അടിച്ചടിച്ച് വരുമ്പോൾ ഇങ്ങനെ നിർത്തിയിട്ട് അടിച്ചു കൊടുക്കേണ്ടി വരും. അതാവുമ്പോൾ കുഴപ്പമൊന്നുമില്ല, അപ്പോൾ ഒന്നുകൂടെ ഫിനിഷിങ് കിട്ടും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതുപോലെ തന്നെയാണ് കാണിച്ചു തരുന്നത്, നിർത്തിയിട്ട് ചിലപ്പോൾ നമുക്ക് വളയാനൊക്കെ ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിർത്തിയിട്ട് വേണം അത് കഴുത്ത് അടിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു വീഡിയോസിൽ കാണുന്ന അതേപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുത്താൽ മതി. എന്തെങ്കിലും ഇനിയും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് വിടുക, എന്ത് ചെയ്താലും നമ്മൾ അത് ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് കെട്ടിട്ട്
ബാക്കി വരുന്ന പീസ് നമ്മൾ കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കണ്ട, മനസ്സിലായല്ലോ? ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം? ഈ അടിച്ച സ്റ്റിച്ച് ഉണ്ടല്ലോ, അടിച്ച സ്റ്റിച്ചിൻ്റെ മുകളിൽ കൊള്ളാതെ നമ്മൾ കത്രിക വെച്ചിട്ട് അവിടെ ഇങ്ങനെ ഓരോ വെട്ട് ഇട്ട് കൊടുക്കണം. അതായത് സ്റ്റിച്ചിൻ്റെ മുകളിൽ കൊള്ളരുത്. അതിൻ്റെ മുകളിൽ കൊണ്ട് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പണിയാവും. പിന്നെ നമ്മളത് ഒന്നും കൂടെ തയ്ക്കാൻ വേണ്ടി നിൽക്കണം. അപ്പം അതിനേക്കാൾ നല്ലത് സ്റ്റിച്ചിൻ്റെ മുകളിൽ കൊള്ളാതെ ഇതേപോലെ ഓരോ വെട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറിക്കുമ്പോൾ എളുപ്പത്തിൽ മറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മളിനി ഇങ്ങനെ മറിക്കുമല്ലോ, ഇങ്ങനെ മറിക്കുമ്പോൾ അടിയിലത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമ്മുടെ ഡ്രസ്സ്, അതായത് ടോപ്പിൻ്റെ ഈ വശത്തേക്ക് വരരുത്. അതായത് അത് നമുക്ക് എപ്പോഴും വരേണ്ടത് നമ്മൾ കഴുത്തിന് പീസ് അടിക്കുന്നുണ്ടല്ലോ, ആ ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ട് വേണം നമ്മളതിങ്ങനെ പതിച്ചടിച്ചു കൊടുക്കണം. ഞാൻ കാണിച്ചു തരാം. അതായത് ഇതുപോലെ, അതായത് നമ്മളിപ്പോൾ ഒരു ചുരിദാറാണ് തയ്ക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ചുരിദാറിൻ്റെ ആ തുണിയുടെ ഭാഗത്തേക്കല്ലാണ്ട് കഴുത്തിന് നമ്മളൊരു പീസ് വെക്കുമല്ലോ, ആ പീസിൻ്റെ ഭാഗത്തേക്ക് മറിച്ചിട്ട്, അതായത് ആ ഭാഗത്തേക്ക് വേണം നമ്മൾ അടിയിലത്തെ ആ പീസ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ പതിച്ചടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കണ്ട, ഇതുപോലെ പതിച്ചടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴുത്ത് ആ ഒരു പീസ് ഉള്ളിലേക്ക് വരുമ്പോൾ നല്ല ഫിനിഷിങ്ങോട് കൂടെ കിട്ടും. അപ്പോൾ നമ്മളിവിടെ പതിച്ച് അടിച്ചിട്ടുണ്ട്. കണ്ട, നമ്മൾ പതിച്ചടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ പീസ് ഉള്ളിലേക്ക് പോകുന്നത്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉള്ളിലേക്ക് പോവുകയും ചെയ്യും അങ്ങനെ പതിച്ചടിച്ച് കഴിഞ്ഞാൽ. ഇനി ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒരു അര ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ അത് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് നമ്മുടെ കഴുത്ത് കിട്ടും. നമുക്ക് ശരിക്കൊരു അയൺ ചെയ്ത പോലൊക്കെ ഒരു ചുളിവോ ഒരു ഇല്ലാണ്ട് തന്നെ നമുക്ക് നമ്മുടെ കഴുത്ത് കിട്ടും. അപ്പോൾ നമ്മൾ തയ്ച്ച് പഠിക്കണ സമയത്ത് നമുക്ക് അയൺ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായി പഠിച്ച് നമ്മൾ മറ്റൊരാൾക്ക് ചെയ്ത് കൊടുക്കണ സമയത്ത് നമ്മൾ അയൺ ഇട്ട് വൃത്തിയാക്കി വേണം നമ്മൾ തയ്ച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ ചെയ്യണത് കൊണ്ട് നമ്മൾ അത്ര വലിയ ഇതിൽ ചെയ്യേണ്ട, അതായത് നമ്മൾ അയൺ ചെയ്ത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലൊരു കോട്ടൺ തുണിയിലൊക്കെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നല്ലൊരു പെർഫെക്ഷൻ ആയിട്ടുള്ള കഴുത്ത് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് അടിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ചുളിവ് കാര്യങ്ങൾ ഒന്നും വന്നിട്ടില്ല. ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ കഴുത്ത് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഞാനിനി അടിച്ചു കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ട, നല്ല രീതിയിൽ തന്നെ നമ്മുടെ കഴുത്ത് കിട്ടിയിട്ടുണ്ട്. യാതൊരു ചുളിവ് കാര്യങ്ങളൊന്നുമില്ല. അത്രയും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമ്മുടെ കഴുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചുളിവുകൾ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് അയൺ ഇട്ടാൽ മതി. പിന്നെ നമുക്ക് ഇനി ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ പീസ് നമ്മുടെ ഉൾവശമാണല്ലോ ഇത്, ആ ഉൾവശത്തിൽ കൂടെ അതിങ്ങനെ പതിപ്പിച്ചടിച്ചു കൊടുക്കുക. അപ്പം നിർബന്ധമില്ല, കാരണം അത് അടി വന്നു കഴിഞ്ഞാൽ ആ അടി ഇവിടെ ഇങ്ങനെ വരും. അത് പിന്നെ കുറേ കഴിഞ്ഞാൽ അതങ്ങോട്ട് ഇല്ലാണ്ടാവും. പക്ഷെ നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അത് ഇങ്ങനെ പതിപ്പിച്ച് അടിച്ചു കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ഇതിൽ അങ്ങനെ ചെയ്യണില്ല. എനിക്കത് ചെയ്യുമ്പോൾ പുറത്ത് കൂടെ അടി വരുമ്പോൾ എനിക്കെന്തോ പോലെ തോന്നും. അപ്പം ഞാനത് ചെയ്യണില്ല. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, കാരണം ഉള്ളിൽ പോണതാണ്. അപ്പോൾ നമ്മൾ അടിച്ചാലും അടിച്ചില്ലെങ്കിലും ഒരുപോലെയാണ്. അപ്പോൾ ഞാനിപ്പോൾ തയ്ക്കണേലൊന്നും അങ്ങനെ ചെയ്ത് കൊടുക്കാറില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കഴുത്ത് വളരെ സിമ്പിളായിട്ട് ക്യാൻവാസ് ഇല്ലാണ്ടും ഒക്കെ അടിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോസിൽ കാണിക്കുന്നത്. പിന്നെ മാത്രമല്ല, നമ്മളെ ടൈലറിങ് ക്ലാസ്സിൽ മിക്ക ഒരു ഇതാണല്ലോ യു കഴുത്ത്. അപ്പോൾ കണ്ട, എങ്ങനെ ഉണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ.